മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു ക്വിക്ക് സ്റ്റഡി വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ഞാൻ അന്നത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെയാണ്, ഇഷ്ടമാണ് എല്ലാവർക്കും എന്ന് പറയാം. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ഇപ്പം എന്താണ് ചുമ്മാ പഠിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് ആലോചിച്ചു. കുറേ ആയി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. കാരണം എനിക്ക് ഈ വീക്ക് ഫുൾ എക്സാം ആയിരുന്നു. ഇതെൻ്റെ ലാസ്റ്റ് എക്സാമാണ്, ഇനി പിന്നെ അടുത്ത ആഴ്ചയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഠിത്തവും പിന്നെ ചില്ലറ കുറേ കാര്യങ്ങളുമായിട്ട് തിരക്കിലായിരുന്നു. ഇപ്പോഴും തിരക്കാണ്, അപ്പം ജസ്റ്റ് എടുക്കുന്നതാണ്. അപ്പോൾ എനിക്കറിയില്ല, മേ ബി ഞാൻ ഇന്ന് ഉറങ്ങാണ്ടിരുന്ന് പഠിക്കും. ചിലപ്പം ഇടയ്ക്കൊരു 2 മണിക്കൂർ വല്ല കിടന്ന് ഉറങ്ങും, എനിക്കറിയില്ല, എൻ്റെ കാര്യമായതുകൊണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിക്കുന്നത് ക്നോഹൻ ബോണുകളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. എല്ലുകൾ, അതുപോലെ ജോയിൻറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അതാണ് നാളെ പരീക്ഷ. അയ്യോ, അപ്പോഴേ ഉറക്കം വന്ന് കണ്ണിച്ചാടുക. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിൽ നോക്കി വായിക്കും, ലാപ്പിൽ നോക്കിയിട്ട് വായിച്ചിട്ട് ഞാൻ മനസ്സിലാക്കി പഠിക്കും. അപ്പോൾ ഓൾറെഡി ഒരെണ്ണം ഹാഫ് ആൻ അവർ കൊണ്ട് ഒരെണ്ണം കഴിഞ്ഞു. ഈ ഒരു സംഭവവും ഇത്രയും ഹാഫ് ആൻ അവർ കൊണ്ട് പഠിച്ചു തീർത്തു. വെരി ഗുഡ്. യാ, അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഞാനിരുന്ന് പഠിക്കട്ടെ. So, Schultergürtel, 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 der Schultergürtel, Schultergürtel. Der Schultergürtel bildet die Verbindung zwischen den Knochen der oberen Extremity und den Rumpf. So, der Schultergürtel bildet die Verbindung zwischen den oberen Extremity und den Rumpf. Ist der Rumpf. Er besteht aus Schulterblatt, Scapula und Schlüsselbein Clavicula. Der Schultergürtel bildet die Verbindung zwischen den oberen Extremity und dem Rumpf. Er besteht aus Schulterblatt, Scapula und Schlüsselbein Clavicula. അപ്പോൾ ഇതാണിപ്പോൾ ഞാൻ പഠിച്ച സാധനം. ഇനി ആരെയും കാണിച്ചു തന്നില്ല എന്ന് പറയരുത്. ഇതാണ് ഞാനിപ്പോൾ പഠിച്ചത്. ഇതാന്ന് തോന്നുന്നു നമ്മുടെ ഷുൾട്ടർഗ്യൂർട്ടൽ എന്ന് പറയുന്ന സംഭവം. ഇത് ഷ്ലൂസൽബൈനും, ഇതാണ് ഷ്ലൂസൽബൈൻ, ഇത് ഷുൾട്ടർ ബ്ലാറ്റ്, ഇത് ക്ലവിക്കുല, ഇത് സ്കാപ്പുല. ഇത് രണ്ടും കൂടെ കൂടുന്നൊരു സാധനമാണ് ഷുൾട്ടർഗ്യൂർട്ടൽ എന്ന് പറയുന്നതെന്ന് തോന്നുന്നത്. ആൻഡ് ഈ 1 2 3 നമ്പർ ഇട്ടേക്കുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ പേരുകളാണ്. ആ പേരുകൾ അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് വിത്ത് അതിൻ്റെ ലാറ്റിൻ ഇത് വെച്ചിട്ട്. അപ്പോൾ അതും നമുക്ക് പഠിക്കാനുള്ളതാണ്. യെസ്, അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി എർഗേസൻ സീതി ഫോർഗൻ്റെ അബിൽഡും വിത്ത് കറക്റ്റൻ ബിഷ്രിഫ്റ്റും, അതായത് ഇതിനി എടുത്ത് എഴുതണം, കണ്ടുപിടിച്ച് എഴുതണം ഏതാ എന്താ എന്നുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഒന്ന് ഡ്രോ ചെയ്യട്ടെ കേട്ടോ. സോ ഗൈസ്, ഇപ്പം നാട്ടിൽ സമയം 3:30 ആൻഡ് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും കേൾക്കും. എല്ലാവരും ഇല്ല, കുറച്ച് പേര് കേട്ടു തുടങ്ങും. അപ്പോൾ നമുക്ക് അവരെയൊക്കെ വീഡിയോ കോൾ ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ ആ പടമൊക്കെ വരച്ച് എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഒരു പടമൊക്കെ വരച്ച് പഠിക്കുന്നത്. ഞാൻ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ടാബാണോ ലാപ്പാണോ, എന്താ പഠിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ടാബും ലാപ്പും ആയിട്ട് യൂസ് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇത് ഞാൻ വാങ്ങിച്ചതല്ല, എനിക്ക് കസിൻ വാങ്ങി തന്നതാണ് ദുബായിലുള്ള. അപ്പോൾ ഇത് നമുക്ക് ടാബും ലാപ്പുമായിട്ട് യൂസ് ചെയ്യാം. ഇത് മൈക്രോസോഫ്റ്റിൻ്റെ സർഫസ് ഏതോ ഒരു മോഡലാണ്, ഏതാണെന്ന് എനിക്കറിയത്തില്ല. സോ ഗൈസ്, 11:19, അതായത് 11:20 സമയം. ഞാൻ പയ്യെ മിണ്ടണ, എല്ലാവരും കിടന്നു, താഴെയുള്ളവർ കിടന്നു, നന്ദു കിടന്നു, എല്ലാവരും കിടന്നു. അപ്പോൾ നമ്മൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യില്ലല്ലോ. പഠിക്കാതിരിക്കുവാണെങ്കിൽ ഞാൻ കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായയല്ല, കാപ്പി കുടിച്ചുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. പക്ഷേ കണ്ണൊക്കെ പയ്യെ ചുവന്ന് വരണമെന്ന് തോന്നുന്നു. സോ വാട്ട് എവർ. അപ്പോൾ എനിക്കിതൊന്നുമല്ല പ്രശ്നം. മൂത്രം ഒഴിക്കാൻ പോകാൻ എനിക്ക് പേടി. കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷുൾട്ടർഗ്യൂർട്ടൽ, ഈ സാധനം ഉണ്ടല്ലോ, ഷുൾട്ടർഗ്യൂർട്ടൽ എന്ന് പറയുന്ന ഈ സാധനം ഒരു 12 മണിക്ക് മുന്നേ ഞാൻ പഠിച്ചു തീർക്കും. അപ്പോൾ ഒരെണ്ണം കംപ്ലീറ്റ് ആയത്, രണ്ടാമത്തെയാണ്. ഇനി 3 കൂടെ ഉണ്ട്. അപ്പോൾ ഏകദേശം കിടക്കുമ്പോൾ ഇന്നത്തെ സമയം മനസ്സിലായല്ലോ. ഏകദേശം 1 മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉറങ്ങിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എനിവേ, ഞാൻ ഈ ഷുൾട്ടർഗ്യൂർട്ടൽ പഠിച്ച് തീർന്നിട്ട് നമുക്കിനി കാണാം. ഏകദേശം ഒരു 12 മണിക്കുള്ളിൽ പഠിച്ച് ഞാൻ തീർക്കും. അതിന് മുന്നേ തീരുവാണെങ്കിൽ അതിന് മുന്നേ ഞാൻ അറിയിക്കാം. ഓക്കെ. സോ ഷുൾട്ടർഗ്യൂർട്ടൽ
Schulter, Gürtel bildet in Verbindung zwischen die oberen Extremität und dem Rumpf. Ja. Er bildet besteht aus Schlüsselbein, Scapula und Schulterblätter, Clavicula. Schulterblätter, Clavicula und Schlüsselbein, Scapula. Die ഫസ്റ്റ് കാണുന്ന പിക്ചർ എന്ന് പറയുന്ന പേരാണ്. ഈ ഫസ്റ്റ് കാണുന്ന ഭാഗമാണ് ഷുൾട്ടർ ഹെയോഹൻ അബ്ഷ്നിറ്റ്. ഇതാണ് ഷുൾട്ടർ ഹെയോഹൻ അബ്ഷ്നിറ്റ്. ഇത് ഷുൾട്ടർ ഹെയോഹൻ അബ്ഷ്നിറ്റ് എക്സ്ട്രിമിറ്റാസ് അക്രോമിയാലിസ്. ഷുൾട്ടർ ഹെയോഹൻ അബ്ഷ്നിറ്റ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊള്ളാം. ഈ ഒരു പോയിന്റാണ് ഷുൾട്ടർ ഹെയോഹൻ അബ്ഷ്നിറ്റ്, അതായത് എക്സ്ട്രിമിറ്റാറ്റ് അക്രോമിയാലിസ്. എക്സ്ട്രിമിറ്റാസ് അക്രോമിയാലിസ്. ഷുൾട്ടർ ഹെയോഹസ് അബ്ഷ്നിറ്റ് അല്ലെങ്കിൽ ഹെയോഹൻ. ഓക്കെ, ഈ ഒരു ഭാഗമാണ് ഷുൾട്ടർ ഹെയോഹൻ അബ്ഷ്നിറ്റ് എക്സ്ട്രിമിറ്റാസ് അക്രോമിയാലിസ്. എക്സ്ട്രിമിറ്റാറ്റ് അക്രോമിയാലിസ്. ഈ രണ്ടാമത് കാണുന്ന ഭാഗമാണ് മിഡിൽ സ്റ്റ്യൂക്ക്, കോർപ്പസ് ക്ലാവിക്കുല. ക്ലാവിക്കുല അറിയില്ല, അത് മറന്നു അറിയില്ല, അതിന് പ്രൊണൗൺസിയേഷൻ അറിയില്ല, അങ്ങനെ പഠിച്ചിരിക്കുന്നത് വന്നു. സോ ഇത് ഷുൾട്ടർ ഹെയോഹൻ അബ്ഷ്നിറ്റ് എക്സ്ട്രിമിറ്റാസ് ആ കുട്ടി സാധനമല്ലോ അക്രോമിയാലിസ്. അക്രമകാരിയാണ്, അതുകൊണ്ട് അക്രോമിയാലിസ്. ഓക്കെ, ഇത് ഷുൾട്ടർ ഹെയോഹൻ അബ്ഷ്നിറ്റ് അതായത് എക്സ്ട്രിമിറ്റാറ്റ് അക്രോമിയാലിസ്. ഇത് മിഡിൽ സ്റ്റ്യൂക്ക് അഥവാ കോർപ്പസ് ക്ലാവിക്കുലെ. ഇനി മൂന്നാമതുള്ളത് ബ്രൂസ്റ്റ് ബൈൻ അബ്ഷ്നിറ്റ് എക്സ്ട്രിമിറ്റാസ് സ്റ്റെർ നെയിൽസ്. Also ഇതിൽ നമ്മൾ കണ്ടുപിടിച്ചത് ഇത് പറയുന്നത് അത് പറഞ്ഞു ഷുൾട്ടർ ഹെയോഹൻ അബ്ഷ്നിറ്റ് അഥവാ എക്സ്ട്രിമിറ്റാസ് അക്രോമിയാലിസ്. ഇത് രണ്ടാമത്തെ ഭാഗം വെച്ചിട്ടുണ്ടെങ്കിൽ മിഡിൽ സ്റ്റ്യൂക്ക് ആണ്, അതായത് കോർപ്പസ് ക്ലാവിക്കുല. തേർഡ് ഭാഗം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൂസ്റ്റ് ബൈൻ അബ്ഷ്നിറ്റ് ആണ്, അഥവാ എക്സ്ട്രിമിറ്റാസ് സ്റ്റെർ നെയിൽസ്. ഓക്കെ, അടുത്തത് നാലാമത്തെ ഈ ഒരു ഭാഗം. ഓക്കെ, ആ ഒരു ഭാഗം എന്ന് പറയുന്നത് റാബൻ ഷാബൽ ഫോർട്ട് സാറ്റ്സ്. എനിക്ക് അറിയില്ല പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ് കേട്ടോ. റാബൻ ഷാബൽ ഫോർട്ട് സാറ്റ്സ് പ്രോസസ്സസ് കൊറാക്കോയിഡുസ്. റാബൻ ഷാബൽ ഫോർട്ട് സാറ്റ്സ് പ്രോസസ്സസ് കൊറാക്കോയിഡുസ്. റാബൻ ഷാബൽ ഫോർട്ട് സാറ്റ്സ് പ്രോസസ്സസ് കൊറാക്കോയിഡുസ്. ഞാൻ സ്പെല്ലിംഗ് കൂടെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ പറയുന്നത്. സോ അഞ്ചാമത്തെ ഭാഗം എന്താണ്? ഷുൾട്ടർ ഹെയോലെ അക്രോമിയോൺ. ഇത് ഷുൾട്ടർ ഹെയോലെ അക്രോമിയോൺ. അത് നമുക്ക് നാല് ഭാഗം പറഞ്ഞു. ഇത് ഷുൾട്ടർ ഹോഹൻ അബ്ഷ്നിറ്റ് അഥവാ എക്സ്ട്രിമിറ്റാസ് അക്രോമിയാലിസ്. ഇത് മിഡിൽ സ്റ്റ്യൂക്ക് അഥവാ എന്തോ ക്ലവിക്കുല, കോർപ്പസ് ക്ലവിക്കുല. തേർഡ് വൺ ബ്രൂസ്റ്റ് ബൈൻ അബ്ഷ്നിറ്റ് എക്സ്ട്രിമിറ്റാസ് സ്റ്റെർ നെയിൽസ്. ഫോർത്ത് വൺ എന്തോ വലിയ പേരാണല്ലോ, റൂബനോ ഏതാണ് ഒന്നാമത്? റാബൻ. ഫോർത്ത് വൺ റാബൻ ഷാബൽ ഫോർട്ട് സാറ്റ്സ് പ്രോസസ്സസ് കൊറാക്കോയിഡുസ്. പാടാനിപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് പഠിക്കാനായിട്ട്. എത്ര മക്കളെ, അയ്യോ. സോ ഗൈസ്, അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ ടൈം വേസ്റ്റ് ചെയ്തിരിക്കുന്നു, പഠിച്ചിട്ടില്ല. എനിക്ക് അറിഞ്ഞൂടെ, ഫോൺ കണ്ടാൽ പിന്നെ ഇരുന്ന് റീല് കാണുള്ള പരിപാടി. ഒരു സ്റ്റോറി എടുത്തു, അതിൻ്റെ ഇടയ്ക്ക് പോയി റീലും കണ്ടു. അപ്പം എൻ്റെ ടൈം സക്സസ്ഫുള്ളി വേസ്റ്റ് ആയല്ലോ. ഈ പേപ്പർ നമുക്ക് പയ്യെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത പേപ്പറിൽ എഴുത്ത് കഴിഞ്ഞിട്ട് ഇനി പഠിക്കാതിരിക്കും നല്ലൊരു ഓപ്ഷൻ. ഞാൻ ഇനി എഴുതി കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ, എന്നിട്ട് കാണാം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ പോയി കിടന്ന് ഉറങ്ങും കേട്ടോ. ഉറങ്ങുകയാണെങ്കിലും അത്രയും വെച്ച് വീഡിയോ ഞാൻ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. എനിക്കറിയില്ല എൻ്റെ കാര്യമായതുകൊണ്ട്, ഏകദേശം മനസ്സിലാക്കി എഴുതുന്നതാണെങ്കിലും അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. അടുത്ത പോയിന്റ് എഴുതട്ടെ, കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫുസ് സ്കെലറ്റാണ്. ഇതൊരാളുടെ കാൽപാദത്തിൻ്റെ ഇതാണ്. പേരൊന്നും എനിക്കറിയാൻ പാടില്ല, സ്ട്രക്ചറോ എന്തോ സാധനം അതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര്, ഓരോന്നിൻ്റെ പേരും പഠിക്കണം. അതുപോലെ ഇതിനെപ്പറ്റി കുറച്ചൊരിതുണ്ട്, അതും പഠിച്ചാൽ മതി. എളുപ്പം, വലിയ കുഴപ്പമൊന്നുമില്ല.